അലാസ്കയിലെ ആങ്കറേജിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. വളരെ പ്രൊഡക്റ്റീവായ ഒരു ചർച്ച എന്ന് ഇരു നേതാക്കളും പറയുമ്പോഴും അന്തിമ ധാരണയായില്ല എന്നുള്ളത് അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ഉൾപ്പെടെ ഈ തീരുവ തർക്കങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നോട്ടിൽ അവസാനിക്കണം എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് അങ്ങനെ തന്നെ അവസാനിച്ചെങ്കിലും അന്തിമ കരാറായില്ല എന്നുള്ളതാണ് വരുന്ന വിവരം. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു? നമുക്ക് ആശ്വസിക്കാവുന്ന, ലോകത്തിന് ആശ്വസിക്കാവുന്ന, കാരണം യുക്രൈനിലെ അധിനിവേശം അല്ലെങ്കിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അത് അവസാനിക്കണം എന്നുള്ളത് തന്നെയാണ്. 3-3.5 വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്നു. ആയിരക്കണക്കിന് ജീവനുകൾ പൊലിഞ്ഞുപോയെന്ന അവസാനവും ഈ പ്രസ് മീറ്റിലും ട്രംപ് അത് വീണ്ടും എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ രണ്ട് തരത്തിൽ നമുക്കിതിനെ നോക്കിക്കാണാമെന്ന് തോന്നുന്നു. യുദ്ധവിരാമം അതുണ്ടായില്ല എന്നുള്ളത് അല്പം ആശങ്കപ്പെടുത്തുന്നു. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ നടന്നു എന്നുള്ളത് ആശ്വാസവുമാകുന്നു. ഇന്നത്തെ വാചകം ട്രംപ് പറഞ്ഞത് there is no deal until there is a deal, അതായത് ഒരു കരാറാകുന്നിടം വരെ ഒരു കരാർ നിലവിലില്ല എന്നാണ്. എന്നാൽ ഇത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഇവിടെ ഇരുന്ന് ഡൊണാൾഡ് ട്രംപിന് മറ്റൊരു രാജ്യത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഒപ്പിടാനോ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് മുൻകൂട്ടി എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ഒരു ചർച്ചയ്ക്കായി ഒരു മേശയ്ക്ക് അപ്പുറം കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു രീതിയിൽ ട്രംപ് ഒരു പരിധി വരെ വിജയിച്ചു എന്ന് പറയാം. ഇന്ന് ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പം സാധാരണ രീതിയിൽ നല്ല രീതിയിൽ ചോദ്യങ്ങൾ നേരിടുകയും നന്നായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ട്രംപ് എന്തുകൊണ്ടോ മാധ്യമപ്രവർത്തകരുടെ ഇന്ന് ഒരു ചോദ്യങ്ങളും മറുപടി പറഞ്ഞില്ല. തന്നെയുമല്ല, പെട്ടെന്ന് ഏതാണ്ട് ഒരു 4 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭാഗം തീർത്തു പോവുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെക്കാൾ പുടിനാണ് കൂടുതൽ സംസാരിച്ചത്. പുടിൻ ഏകദേശം 8 മിനിറ്റോളം സംസാരിച്ചു. പുടിൻ പ്രധാനമായിട്ടും പറയുന്നതിൽ നമുക്ക് വ്യക്തത വരുന്നത് പുടിന്റെ നേരത്തെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. പുടിൻ പറയുന്നത് ഇതിനകത്ത് അടിസ്ഥാന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക കാരണങ്ങൾ പരിഹരിക്കാതെ ഒരു ശാശ്വതമായ ഒരു സമാധാനത്തിന് ഒരു രീതിയിൽ നടക്കത്തില്ല. പ്രധാനമായിട്ടും ഈ ഭൂമി, നേറ്റോ, അതുപോലെ അവിടുത്തെ സർക്കാർ മാറണം. ഈ 3 കാര്യങ്ങളിലാണ് പുടിൻ ഈ ചർച്ചയിൽ പ്രധാനമായിട്ടും ഊതി പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് പുടിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പുടിൻ ഒരുപക്ഷെ സെലൻസ്കി ഗവൺമെന്റ് തുടരുന്നതിൽ താല്പര്യം കാണത്തില്ല. അതുമാത്രമല്ല, ഈ ഭൂമി പുടിൻ കരുതുന്നത് അത് റഷ്യയുടെ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ റഷ്യ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പുടിനെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ഇന്ന് പുടിന്റെ ഈ സംസാര ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നേറ്റോയിലെ യുക്രൈൻ ശ്രമിക്കുന്നതാണ് പുടിനെ അലോസരപ്പെടുത്തുന്ന വലിയൊരു കാര്യം. ഇവിടെ പുടിനെ ആശ്വസിക്കാവുന്നത് നേറ്റോയെ എന്നും എതിർത്തിട്ടുള്ള ഒരു ഭരണാധിപനാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ട്രംപിൽ നിന്ന് കൂടുതൽ ഒരു ഉറപ്പ് പുടിന് പ്രതീക്ഷിക്കാം. തുടർ ചർച്ചകൾക്കായിട്ട് മോസ്കോയിലേക്കാണ് പുടിൻ ട്രംപിനെ ക്ഷണിച്ചിരിക്കുന്നത്. ട്രംപ് മോസ്കോയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത ചർച്ച സെലൻസ്കിയും കൂടി ഇരുത്തിയുള്ള ചർച്ചയാണെന്നാണ് നേരത്തെ ട്രംപ് പറഞ്ഞത്. പക്ഷേ മോസ്കോ വരെ സെലൻസ്കി എങ്ങനെ പോകും, അതൊരു വലിയൊരു ചോദ്യമാണ്. അതുമാത്രമല്ല, പുടിന് തിരിച്ചു ചെന്നിട്ട് തൻ്റെ ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരുന്നത് ഏതാണ്ട് 2 ലക്ഷത്തോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ റഷ്യൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന യുക്രൈൻ യുദ്ധത്തിൽ നിങ്ങൾ പോയി വിലപേശിയിട്ട് എന്ത് നേടി എന്ന് റഷ്യൻ ജനത ചോദിക്കുമ്പോൾ ആ 2 ലക്ഷം പേരുടെ ജീവന്റെ മറുപടിയും കൂടെ പുടിൻ തയ്യാറാക്കേണ്ടി വരും. പക്ഷേ ഒരു തുടക്കമെന്നുള്ള നിലയിൽ ഈ ചർച്ച ട്രംപ് ഉദ്ദേശിച്ച രീതിയിൽ കുറെ കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ടെന്ന് പറയുന്നു. അതിലൊന്നും വ്യക്തതയില്ല. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നല്ല വ്യക്തതയോടെ സംസാരിക്കുന്ന 2 ഭരണാധിപന്മാരുടെ ഈ പ്രസ് മീറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഉത്തരങ്ങളിൽ അവ്യക്തതയായിരുന്നു. അവരുടെ മുഖത്ത് ഒരു ഖനീഭവിച്ച ഭാവമായിരുന്നു. തന്നെയുമല്ല, ഇന്ന് പുടിൻ വന്നു കഴിഞ്ഞപ്പോൾ യുക്രൈൻ ആയിട്ട് വെടിനിർത്തലുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ഉച്ചത്തിൽ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാതെ എന്തൊക്കെയോ മുഖത്ത് ഒരു അവ്യക്തതയോടുകൂടിയാണ്